തന്നെ ചോദിക്കുന്നത്. കാരണം ഈ 18 സാധനം മേടിച്ചത് 3-4 ഡാമേജ് സാധനം മിസ്സിംഗ് ആയിട്ടുള്ള പല സാധനങ്ങളും തന്നെ പിന്നെ ഞാൻ പറയുന്നത് പറ്റിച്ച്, അല്ലാതെ നിങ്ങൾ എന്നെ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതിങ്ങനെ നിങ്ങൾക്ക് ഡാമേജ് നിങ്ങൾ ആ ബോക്സ് നിങ്ങൾ ഓരോ കവറും ചെക്ക് ചെയ്തിട്ട് തരുന്നെങ്കിൽ അതിനകത്ത് കമ്മലില്ലാത്തതുണ്ട്, ഒരു കമ്മൽ മാത്രം വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യേണ്ടത്. ഒരബദ്ധം പറ്റിയത് പറ്റി, ഇനി പറ്റാതെ ഞാൻ നോക്കിക്കോളാം, വേറെ ആർക്കും ഇത് പറ്റാതെ ഞാൻ നോക്കിക്കോളാം. മാഡം, ഞാൻ മാഡത്തിനോട് എന്താണ് പറഞ്ഞത്? പ്രോഡക്റ്റിന്റെ ഇമേജ് അയക്കൂ, നമ്മൾ റീഫണ്ട് ചെയ്യാം. ആമസോണിൽ പോലും ഡാമേജ് ഉള്ള ഐറ്റംസ് വരാറുണ്ട്. അത് അത്ര വലിയ ഇഷ്യൂ ആണോ? ഞങ്ങൾ അയച്ച പ്രോഡക്റ്റിന് ഡാമേജ് വന്നു, ഞങ്ങൾ അത് റീഫണ്ട് ചെയ്യാനായിട്ട് റെഡിയാണ്. അതിനെന്തിനാണ് മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മൾ ഡ്രസ്സും ജ്വല്ലറിയും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് അയച്ചിട്ട് എന്തെങ്കിലും ചെറിയ ഡാമേജ് പറ്റിയാൽ പോലും നമ്മളത് റീഫണ്ട് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ എക്സ്ചേഞ്ച് മാത്രമേ ചെയ്യാറുള്ളൂ, പക്ഷെ നമ്മളാണെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അടുത്തുനിന്ന് റീസെൻ്റായിട്ട് കഴിഞ്ഞ വീക്ക് ആശ എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിലുള്ള ഒരു പുള്ളിക്കാരത്തി ഒരു 8,000 റുപ്പീസിന് ഒരു ജ്വല്ലറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 18 ഐറ്റംസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് കിട്ടിയിട്ട് പുള്ളിക്കാരി ഇട്ട വോയിസാണിത്. അതായത് നമ്മുടെ കുറച്ച് ഐറ്റംസ് ഡാമേജ് ആണ് എന്നുള്ള രീതിയിൽ. ആക്ച്വലി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡാമേജ് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ജ്വല്ലറി ഐറ്റംസ് ഒക്കെയാണ്, അവർ എറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു കൊറിയർ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പ്രൊസീജിയറിൽ ചിലപ്പോൾ ഡാമേജ് ഐറ്റംസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിയപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഡാമേജ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് അവരൊരു വോയിസ് അയച്ചു. അപ്പോൾ ആ ഒരു വോയിസിന് നമ്മൾ റിപ്ലൈ ഇട്ടു. നമ്മൾ ഡാമേജ് ഐറ്റംസ് ചിലപ്പോൾ അങ്ങനെ കൊറിയർ വഴി അയച്ചപ്പോൾ പറ്റിയ ഒരു ഇതുണ്ടാവാം, പക്ഷെ അതിൻ്റെ ഫോട്ടോസൊന്നും എടുത്ത് അയക്കുമോ, നമ്മളത് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി നമ്മൾ ഇത്രയും റീഫണ്ട് ചെയ്ത് കൊടുക്കാം, ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നോ, ഡാമേജ്ഡ് ഐറ്റത്തിൻ്റെ പ്രൊഡക്റ്റ് ഫോട്ടോ നമുക്ക് അയച്ചു തരുന്നോ, ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ഐറ്റംസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പൈസ നമ്മൾ വാങ്ങിക്കാൻ നോക്കും. പക്ഷേ ഈ പുള്ളിക്കാരത്തെ ആണെങ്കിൽ നമ്മളിങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യാം, നിങ്ങൾക്ക് പൈസ തിരിച്ച് ഇട്ടുതരാം, പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അയക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വിളിച്ചു അവരെ 2 നമ്പറിൽ നിന്ന് മാറി വിളിച്ചപ്പോൾ അവർ കട്ട് ചെയ്യുവാണ്. പിന്നെ നമ്മൾ അവരെന്ത് ചെയ്തു, വാട്സപ്പിൽ ബ്ലോക്കാക്കി. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് ഒരു വോയിസ് ഇട്ടു. ഞാൻ ഇട്ട മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം, നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പ്രൊഡക്ട്സ് ഇവിടെ നിന്ന് അയക്കുന്നത്. ബൈ ചാൻസ് കൊറിയർ വഴി ഡാമേജ് വന്നിരുന്നാൽ പോലും നമ്മളത് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം മാമിൻ്റെ ഡാമേജ്ഡ് ഐറ്റംസിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് അയക്കുമോ, നമ്മളതിനെ റീഫണ്ട് ചെയ്ത് തരാം, ഇങ്ങോട്ടേക്ക് അത് കൊറിയർ ചെയ്ത് തന്നാൽ മതി. അതല്ല, ഞാൻ വേറൊരു ഓപ്ഷൻ കൂടി കൊടുത്തു. അതായത് നിങ്ങൾ ഫുൾ നമ്മൾ അയച്ച പ്രൊഡക്ട്സും 8,000 രൂപയുടെ പ്രൊഡക്ട്സും നമുക്ക് തിരിച്ച് കൊറിയർ ചെയ്ത് വിട്ടോളൂ, ആ ഒരു ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്ത് തരാമെന്നുള്ളത് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം. അതിൻ്റെ ഫോട്ടോസ് ആദ്യം എടുത്ത് അയക്കാം, അതിനുശേഷം നമ്മുടെ അഡ്രസ്സിലോട്ട് അത് നിങ്ങൾ കൊറിയർ ചെയ്യാം. കൊറിയർ ചെയ്ത ഉടൻ തന്നെ നമ്മൾ ആ ഒരു പൈസ നിങ്ങൾക്ക് റിട്ടേൺ തരുന്നതായിരിക്കും. അപ്പോൾ ഡാമേജ് ഐറ്റംസ് നമ്മൾ റിട്ടേൺ എടുക്കുന്നില്ലെങ്കിലല്ലേ നിങ്ങൾ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത്. നമ്മളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും പറ്റിക്കുന്നില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് ഓരോ ഐറ്റംസും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ചില ഏജൻസി മാമിന് ഇപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടി, അതിൽ നമുക്കും വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഒരിക്കലും ഡാമേജ് പീസ് അയച്ചതല്ല, നമ്മൾ അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മാമിന് ആ ഒരു ക്യാഷ് തിരിച്ചിട്ടാന്ന് ഒരിക്കലും പറയില്ലല്ലോ. അപ്പോൾ ഡാമേജ് പീസിൻ്റെ ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് അയച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തരുന്ന അഡ്രസ്സിൽ അതൊന്ന് മാം കൊറിയർ ചെയ്ത് തന്നാൽ മതി. മാമിൻ്റെ ഡാമേജ് വന്നിട്ടുള്ള മുഴുവൻ ഐറ്റത്തിൻ്റെയും പൈസ നമ്മൾ റിട്ടേൺ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കൊറിയർ ഏജൻസിക്കാരൊക്കെ എറിഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്, അതിലൊക്കെയാണ് ഒരുപാട് ഡാമേജ് വരുന്നത്. എന്നിട്ട് പോലും നമ്മൾ എല്ലാവർക്കും റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡാമേജ് ഐറ്റത്തിനാണെങ്കിലും നിങ്ങൾ തന്നെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ, പുറത്തുനിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ റിട്ടേൺ ഒന്നും എടുക്കാറൊന്നുമില്ല, അതുപോലെ പൈസ തിരിച്ചു കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും മാമിനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ മനഃപൂർവ്വം നമ്മൾ ഒരിക്കലും മോശപ്പെട്ട ഐറ്റംസ് മാമിന് തരില്ലല്ലോ, കാരണം എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും നമുക്കറിയാം. ഒരുപാട് ആൾക്കാർക്കും ഡാമേജ് ഐറ്റംസ് ഉണ്ടായിട്ട് പോലും നമ്മൾ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാമിനുള്ള അവകാശമാണ് പൈസ തിരിച്ചു കിട്ടാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അയച്ചു തരാം, എന്നിട്ട് മാമിൻ്റെ പൈസ നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തിരിച്ചു തന്നെയാണ്. ഇപ്പോൾ മാമിന് ആ ഒരു പ്രൊഡക്റ്റ് എല്ലാം വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് തിരിച്ചയച്ചോളൂ, ഫുൾ എമൗണ്ട് നമ്മൾ ഇട്ടാന്നേ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് അയച്ചു, ഫുൾ പൈസയും തിരിച്ചു തരാം. വേറെ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷെ നമ്മളാണെങ്കിൽ കസ്റ്റമേഴ്സിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കണം, അവർക്കൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് പോലും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലും മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ പോലും തിരിച്ചെടുത്തിട്ട് നമ്മുടെ ഐറ്റംസ് തിരിച്ചെടുത്തിട്ട് പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കണേ. പക്ഷേ ഈ പുള്ളിക്കാരത്തെ ആണെങ്കിൽ
ഐറ്റംസും അയക്കണില്ല, ഫോട്ടോയും അയക്കണില്ല, ഫോണും എടുക്കുന്നില്ല. നമ്മൾ വോയിസ് അയച്ചത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഞാൻ വോയിസ് അയച്ചിട്ട് എനിക്കൊന്നും റിപ്ലൈ ചെയ്യാണ്ട് പുള്ളിക്കാരി ബ്ലോക്കാക്കി. പുള്ളിക്കാരി എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നമ്മളെ പറ്റിച്ച് ജീവിക്കണോ, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ. പക്ഷേ ഇവർക്ക് ആ ഒരു ഡാമേജ് ഐറ്റത്തിൻ്റെ പൈസ കിട്ടിയാൽ പോരെ, ഇവർക്ക് അത് പറ്റില്ല. ഇവർക്ക് വേറെ എന്തോ ഒരു ഉദ്ദേശം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാനോ. പക്ഷെ നമ്മൾക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് ഫുൾ എവിഡൻസ് ഉണ്ട്. നമ്മൾ അവരോട് പറഞ്ഞത് നമ്മൾ മാന്യമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. മാമിന് റീഫണ്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ ഫുൾ പ്രൊഡക്ട്സ് തിരിച്ചയക്കുക എന്നുള്ളതും നമ്മൾ വിളിച്ചതിൻ്റെ കോൾ ലിസ്റ്റ് അടക്കം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10-ലധികം പ്രാവശ്യം അവരെ നമ്മൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കണേ, ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവുമോ? കാരണം നമ്മളെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് തരുന്ന ആൾക്കാർ അത്യാവശ്യം അവരും നല്ലതായിരിക്കണ്ടേന്ന് ഞാൻ ഓർക്കണേ. കാരണം നമ്മുടെ പ്രൊഡക്റ്റാണ് ചിലപ്പം ഡാമേജ് പറ്റാം, പക്ഷെ അത് നമ്മൾ തിരിച്ച് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മൾ പൈസ തിരിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്കാണെങ്കിൽ ഒരു ബിസിനസ്സിലാകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല. പക്ഷേ ആരും ഒരാളോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അയക്കുന്നത്. എന്നിരുന്നാൽ പോലും ഡാമേജൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ചിലപ്പോൾ ആയിരിക്കില്ല അത്. എന്നിട്ട് പോലും അവർ പൈസ തന്നെയാണല്ലോ. അപ്പം നമ്മൾ നല്ല പ്രൊഡക്റ്റ് അവിടെ എത്തണം. അതിൻ്റെ ഇടയിൽ എന്ത് ഡാമേജ് പറ്റിക്കഴിഞ്ഞാലും അത് പൈസ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥയാണ്. അങ്ങനെയുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പൈസ തിരിച്ചിട്ട് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എന്ത് ചെയ്യാം, ഒന്നും അവർക്ക് വേണ്ട. നമ്മുടെ ഐറ്റംസ് പൊട്ടയാണ് അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നു എന്ന് ഒരു ചിത്രീകരിക്കാൻ പോലെയുള്ള ഒരു ശ്രമം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ശരിക്കും നമ്മൾക്ക് ആവശ്യം ഇല്ല. ഇനി അവരുടെ ഉദ്ദേശം എന്താണോ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. സാധാരണ നമ്മുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പൈസ തിരിച്ചിട്ട് തരും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം ഓക്കെ. കാരണം നമ്മുടെ പൈസ പിന്നെ നഷ്ടപ്പെടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്ത് തരാം, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കുക എന്ന് പറയുമ്പോൾ അതും നമ്മുടെ പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഇവർക്ക് ഈ സൊല്യൂഷനൊന്നും വേണ്ട. അതെന്ത് കസ്റ്റമർ ആണെന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പം നമുക്കാണെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്താലോ അല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ ഫുൾ കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, എവിഡൻസ് നമുക്കുണ്ട്. നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഡീഫമേഷന് വേണ്ടിയിട്ട് പോവാം. കാരണം നമ്മളതിന് പരിഹാരം ചെയ്തു കൊടുക്കാമെന്ന് ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടും അവർ കേൾക്കാത്തതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്ക് ഇല്ല നമ്മൾ പറയില്ല. കാരണം ഐറ്റംസ് അവിടെ എത്തുന്നത് വരെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ കൊറിയറിൻ്റെ ഇടയിൽ പറ്റിക്കഴിഞ്ഞാലും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് പൈസ തിരിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഒന്ന് കേൾക്കാനോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു രാവിലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ അത്രയും നന്നായിട്ട് കസ്റ്റമർ ഹാൻഡിൽ ചെയ്തിട്ടും ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആ ഒരു ഫുൾ മൂഡാണ് പോകണത്. നമ്മൾ ആ വർക്ക് ചെയ്യണ ആ ഒരു ഫുൾ ദിവസമാണ് നമ്മുടെ അതിനെ ബാധിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഓരോരോ ആൾക്കാരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളരുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ബിസിനസ്സുകാർ സോൾവ് ചെയ്ത് കൊടുക്കും. ചെയ്തു കൊടുക്കാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളൊക്കെ 100% നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാലും കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരിത് കാണുന്നുണ്ടെങ്കിൽ, ബൈ ചാൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഫുൾ പ്രൊഡക്ട്സ് നിങ്ങൾ അയച്ചു തന്നോളൂ. നമ്മൾ ഫുള്ളായിട്ടും സ്വീകരിക്കാൻ വേണ്ടി റെഡിയാണ്. പിന്നെ ഒരിക്കലും ആരോടും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.